താരസമ്പന്നമായ റയൽ മാഡ്രിഡ് പ്രതിഭാസമ്പത്ത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡ് എന്ന സ്പാനിഷ് ക്ലബ്ബ്. ഒരു കാലത്ത് ലോക ഫുട്ബോളിനെ അടക്കി ഭരിച്ച അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോൾ താരങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. സൂപ്പർ താരങ്ങളെ തൻ്റെ ചൂണ്ടുവിരലിൽ നിർത്താൻ മാത്രം ഓറയുള്ള അത്രമാത്രം റേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കോച്ചിനെ കൂടി റിയൽ മാഡ്രിഡിന് ആവശ്യമുണ്ട്. സൂപ്പർ താരങ്ങൾ വരുമ്പോൾ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അവരുടെ പപ്പറ്റാവുന്ന ഒരു പരിശീലകനെ കൊണ്ട് നിയമിച്ചു കഴിഞ്ഞാൽ ഇപ്പം റിയൽ മാഡ്രിഡിന്റെ അവസ്ഥയാവും എല്ലാവർക്കും. റിയൽ മാഡ്രിഡിൽ എന്താണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പാപ്പ പെരസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങളെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള, തൻ്റെ ചൊൽപ്പടിയിൽ തൻ്റെ താരങ്ങളെ നിർത്താൻ കെൽപ്പുള്ള തലപ്പൊക്കമുള്ള ഒരു പരിശീലകനെ തന്നെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. വേറെ ആരെയല്ല, ജോസെ മൊറീഞ്ഞോ എന്ന് പറയുന്ന പോർച്ചുഗീസ് പരിശീലകനെയാണ് റിയൽ മാഡ്രിഡ് തങ്ങളുടെ പരിശീലകനായി നിയമിക്കാൻ പോകുന്നത്. ബെനഫിക്കയ്ക്കൊപ്പം പോർച്ചുഗീസ് ലീഗിൽ വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ താരങ്ങളെ തൻ്റെ കൺട്രോളിൽ നിർത്താൻ അയാളെ കൊണ്ട് കഴിയും. ഇപ്പം കാർലോ ആൻസലോട്ടി എന്ന് പറയുന്ന പരിശീലകന്റെ കീഴിൽ റിയൽ മാഡ്രിഡ് വളരെ വലിയ വിജയങ്ങൾ നേടാൻ കാരണം ആൻസലോട്ടിയുടെ പരിശീലന മികവോ തന്ത്രങ്ങളുടെ മികവോ ഒന്നും അല്ല. എല്ലാവർക്കും അറിയാം എന്താണ് മറിച്ചുണ്ടായിരുന്നത്. റിയൽ മാഡ്രിഡിൽ വളരെ നന്നായിട്ട് കളിക്കുന്ന താരങ്ങൾ തന്നെയാണ്. അവരെ തൻ്റെ വരച്ച വരയിൽ നിർത്തി തങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പുഷ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. പരിശീലകന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാനുള്ള പരിപാടി എന്തായാലും മൊറീഞ്ഞോയുടെ അടുത്ത് നടക്കത്തില്ല. മൊറീഞ്ഞോ പറയുന്ന പോലെ കാര്യങ്ങൾ റിയൽ മാഡ്രിഡിൽ നടക്കും. ഒരുത്തൻ്റെയും ജാടയും തലയെടുപ്പും ഒന്നും ഇവിടെ നടക്കാത്ത കാലത്തോളം മൊറീഞ്ഞോ എന്ന് പറയുന്ന കോച്ച് കൂടി വന്നു കഴിഞ്ഞാൽ മികച്ച താരങ്ങൾ കൺട്രോൾഡായി അങ്ങ് കളിച്ചോളും. റിയൽ ഈ പ്രശ്നത്തിൽ നിന്ന് അങ്ങ് കുതിച്ചുയർന്നോളും. റയലിൻ്റെ പ്രശ്നത്തിനുള്ള ഒറ്റമൂലി ഓറയുള്ള ഒരു കോച്ചായിരുന്നു. ഓറയുള്ള ഒരു കോച്ചായിട്ട് മൊറീഞ്ഞോ വരുമ്പോൾ റയലിൻ്റെ തലവര വീണ്ടും പഴയതുപോലെ പ്രകാശിച്ചു തുടങ്ങും.